കൂട്ടരെ, നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അവരുടെ അധ്യാപകൻ പിഷാരടി മാഷ് കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. വരൂ, നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം. നമസ്തേ നമസ്തേ, എല്ലാവരും ഇരിക്കി. സുഹറ, ഹാജർ. നാരായണി, ഹാജർ. ഹനീഫ, ഹാജർ. അബ്ദുൽ റഷീദ്, ഹാജർ. അബൂബക്കർ, ഹാജർ. മണ്ടശിരോമണി, ഹാജർ. നമുക്കിന്ന് ലേശം കണക്ക് പഠിച്ചാലോ? ശരി സാർ. 2 കൂട്ടണം 2. ഹനീഫ പറയ്. 4 സാർ. 3 കൂട്ടണം 2. സുഹറ പറയ്. 5. അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട്. 1 കൂട്ടണം 1. പറ മണ്ടശിരോമണി, പറ. ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ ഇമ്മിണി വലിയൊരു തോട്. അപ്പോൾ രണ്ടൊന്ന് കൂടുമ്പം ഇമ്മിണി വലിയൊന്ന്. മജീദ്, നീ മണ്ടശിരോമണി തന്നെ. നിനക്ക് ഞാൻ ഇമ്മിണി വലിയ സമ്മാനം തരാം. നീ കേട്ടോടാ കൈ. 1, 2, 3, 4, 5, 6. ഈ 6 അടിയും കൂടി ഇമ്മിണി വലിയൊരു അടിയാണ് കൂട്ടിക്കളാം കേട്ടോ. ഇരിക്കവിടെ. 1 ഉം 2 മനസ്സിലായോടാ മണ്ടശിരോമണി? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ. അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ സുഹറ എല്ലാവരുടെയും കൂടെ കൂടി കളിയാക്കിയത് മജീദിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മജീദിന്റെ വിഷമം കണ്ട് സുഹറയ്ക്ക് അത് സഹിച്ചിട്ടില്ല. അവൾ അവനടുത്ത് പോയി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സാരില്ലട്ടോ, ഒക്കെ നമുക്ക് ശരിയാക്കാം. ബാ ചെറുക്കനെ, നമുക്ക് പോവാ. അയൽവാസികളാണെങ്കിലും നേരത്തെ മജീദും സുഹറയും ബദ്ധശത്രുക്കളായിരുന്നു. മുത്തശ്ശിമാവിൽ വലിഞ്ഞു കയറി നല്ല മധുരമുള്ള മാമ്പഴമെടുത്ത് സുഹറയെ കൊതിപ്പിച്ച് ഒറ്റയ്ക്ക് തിന്നുന്നതായിരുന്നു ആ ശത്രുതയ്ക്ക് കാരണം. പിന്നീട് എപ്പോഴോ മിശ്റ് പൊതിഞ്ഞ മാവിൽ കയറി മാമ്പഴമെടുത്ത് അവൾക്ക് നൽകി ആ ശത്രുത അവസാനിപ്പിച്ചതും മജീദായിരുന്നു. മജീദിന്റെ പ്രാർത്ഥനയിൽ എന്നും ഒന്നാമത് ഇതായിരുന്നു: എൻ്റെ റബ്ബേ, എൻ്റെ കണക്കൊക്കെ ശരിയാവണേ. മാർക്ക് എടുത്ത് നിൽക്കി തല്ല് കിട്ടിയതേ. എനിക്ക് ഭയ കണക്ക് പഠിക്കുക. പോയവിടുന്ന് പോകല്ല ചെറുക്കനെ, ബാ. അങ്ങോട്ട് വയ്ക്കുക ഒരു ചെറിയ തോട്, ഇങ്ങോട്ട് വയ്ക്കുക ഒരു ചെറിയ തോട്. ഈ 2 തോടും കൂടി കൂടുമ്പം ഇങ്ങനെ വലിയൊരു തോടായില്ലേ. ഇതാ ഞാൻ സ്കൂളിൽ പറഞ്ഞേ. തല്ലുകളേറെ കൊണ്ടിട്ടും തന്റെ കണക്ക് ശാസ്ത്ര തത്വത്തിൽ നിന്നും പിന്മാറാൻ മജീദിനാവില്ല എന്ന് ഇതോടെ സുഹറയ്ക്ക് ബോധ്യമായി. എങ്കിലും ഒരുപാട് ഇഷ്ടമായിരുന്നു. അടുത്ത ക്ലാസ് തുടങ്ങാം അല്ലേ? ഈ കണക്ക് എല്ലാവരും എണീറ്റ് നിന്ന് ചെയ്ത് കഴിഞ്ഞവർക്കിരിക്കാം. ഇനി എല്ലാവരും സ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കി. അമ്പടാ മണ്ടശിരോമണി, ഇവിടെ വാ. വിചാരിച്ച പോലെ നിന്റെ തലയിൽ മുഴുവൻ കളിമണ്ണല്ലല്ലോടാ. മിടുക്കൻ. ഇവൻ ഇനി മണ്ടശിരോമണിയല്ല, ഇവൻ നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമനാണ്, മജീദ്. തന്നെ കളിയാക്കിയിരുന്ന കൂട്ടുകാർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തിക്കൊണ്ട് മജീദ് ഇരുന്നു. അതിനിടയിൽ നന്ദിയോടെ സുഹറയെ നോക്കി പാൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടും ഇരുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എല്ലാവരും നല്ല കുട്ടികളായി വീട്ടിൽ പോയിക്കോളൂ കേട്ടോ.
അതെ, ഇമ്മിണി വലിയ സീക്രട്ടാ. ഓ നിങ്ങളോട് പറയാൻ പറ്റില്ല. ആ ഇമ്മിണി വലിയ സീക്രട്ട് നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്. എന്നും ക്ലാസ്സിൽ നാരായണിക്ക് അപ്പുറം ഇരിക്കുന്ന സുഹറ അന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു. എന്നിട്ട് കണക്ക് ചെയ്യുന്ന സ്ലേറ്റ് മജീദിന് കാണത്തക്ക വിധത്തിൽ ചരിച്ചു പിടിച്ചു കൊടുത്തു. മജീദ് ആവട്ടെ ഒളികണ്ണിട്ട് നോക്കി അതിവിദഗ്ധമായി അത് പകർത്തിയെഴുതി ക്ലാസ്സിൽ ഒന്നാമനായി. ഇതാണ് മജീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇമ്മിണി വലിയ സീക്രട്ട്.